ഹായ്, ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് ഈ മുരിങ്ങപ്പൂവും 2 ചീര, 2 ഉള്ളായിരുന്നു പാകമായത്. അത് 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടൊരു കുഞ്ഞ് മെഴുക്ക് ഉണ്ടാക്കാം, മെഴുക്ക് പുരട്ടി അതുണ്ടാക്കാം. ഓക്കേ, ഇനി അതൊക്കെ ഒന്ന് അരിഞ്ഞ് കൊണ്ടുവരട്ടെ. മുരിങ്ങപ്പൂവും ഒരു ചെറിയ സവാളയും നമ്മുടെ ചീര അരിഞ്ഞതെല്ലാം കൂടെ ഈ പാത്രത്തിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങപ്പൂവിൻ്റെ തണ്ട് അത് മൊത്തം മൊട്ടും പൂവൊക്കെ പിച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അടുപ്പ് കത്തിച്ച് ചെറിയൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. ഓ ഓ നമുക്ക് ഇത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഓ ഇതാ വരുന്നു. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ തട്ടി കൊടുക്കാം. മുളക് ഇട്ടിട്ടില്ല, കാര്യം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് മുളക് ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലെയൊക്കെ മുരിങ്ങയൊക്കെ നിങ്ങളെ വീട്ടിൽ കൊണ്ട് ഇങ്ങനെ പൂക്കേ ഉള്ളു, കായ്ക്കത്തില്ലെങ്കിൽ ആ പൂക്കളങ്ങെടുത്ത് ഇതേപോലെ ഒരു ചീരയോ ഒരു ക്യാരറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് ഒരു ചെറിയൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിക്കാം. കണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.